ഹലോ വെൽക്കം ടു പെപ്പ് ലേണിംഗ്. CUT PG എൻട്രൻസ് എക്സാമിനേഷന് ശേഷമുള്ള അഡ്മിഷൻ കൗൺസിലിംഗ് പ്രോസസ്സ്, യൂണിവേഴ്സിറ്റികൾ അഡ്മിഷൻ നോട്ടിഫിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഗുജറാത്ത് അവരുടെ PG അപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഗുജറാത്തിൻ്റെ വെബ്സൈറ്റിലേക്ക് പോവുക, cug.ac.in എന്ന വെബ്സൈറ്റിലേക്ക് പോവുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ 2024-2025 എന്ന് കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ പോർട്ടലിലേക്ക് വരും. അതിൽ PG അഡ്മിഷൻ 2024 ത്രൂ CUT ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ PG അഡ്മിഷൻ എന്നുള്ളതിലേക്ക് വരും. അതിൽ ഓൺലൈൻ കൗൺസിലിംഗ് കം രജിസ്ട്രേഷൻ ലിങ്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നോട്ടീസ് ഫോർ PG കൗൺസിലിംഗ് ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട നോട്ടീസ് എന്താണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് നോക്കാം. അതിൽ കൃത്യമായി പറയുന്നുണ്ട്, ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി ഗുജറാത്തിലേക്കുള്ള ആളുകൾ രജിസ്ട്രേഷൻ ഫീസായിട്ട് അടക്കേണ്ട ഫീസ് എന്ന് പറയുന്നത് 100 റുപ്പീസാണ്. 100 രൂപയാണ് റീഫണ്ടബിൾ ആയിട്ടുള്ള ഫീ. അതുപോലെ തന്നെ ക്ലോസിംഗ് ഡേറ്റ് ഓഫ് ഓൺലൈൻ കൗൺസിലിംഗ് എന്ന് പറയുന്നത് 2 May 2025 9:50 PM ആണ്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഓൺലൈൻ കൗൺസിലിംഗ് യൂണിവേഴ്സിറ്റി പ്രൊവിഷണലി എലിജിബിൾ കാൻഡിഡേറ്റ്സിൻ്റെയും അതുപോലെ തന്നെ ഫസ്റ്റ് മെറിറ്റ് ലിസ്റ്റ് ഓഫ് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റും പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യണം. അവർ CUTയിൽ റെസ്പെക്റ്റഡ് സബ്ജക്ട് പേപ്പർ അപ്പിയർ ചെയ്ത ആളുകളായിരിക്കണം. അതുപോലെ തന്നെ മിനിമം എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യുന്ന ആളുകളായിരിക്കണം എന്നതാണ്. അതുപോലെ തന്നെ പ്രോഗ്രാംസ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ, ഫീസ് സ്ട്രക്ചർ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ കൊടുത്തതൊക്കെ നോക്കണം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന രജിസ്ട്രേഷൻ ഫീസ് കൊടുക്കുന്നതിന് പുറമെ നിങ്ങൾ ഫീ കൂടി കൊടുത്താൽ മാത്രമാണ് നിങ്ങളുടെ അഡ്മിഷൻ കൗൺസിലിംഗ് പൂർത്തിയാവുകയുള്ളൂ എന്നുള്ള ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് തന്നെയാണ് അതിൽ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ്. അപ്പോൾ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് റെഗുലർലി നിങ്ങളുടെ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക എന്നുള്ള ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇതിലേക്കാണ് പോവുക, രജിസ്ട്രേഷനുമായി കൗൺസിലിംഗുമായി ബന്ധപ്പെട്ട് അവിടെ നിങ്ങൾ ന്യൂ രജിസ്ട്രേഷൻ കൊടുക്കുക. ന്യൂ രജിസ്ട്രേഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ CUT അപ്ലിക്കേഷൻ നമ്പറും അപ്ലിക്കേഷൻ ഡേറ്റ് ഓഫ് ബർത്തും ഡീറ്റെയിൽസും ഒക്കെ ചോദിക്കും. അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള സംഗതി കൊടുക്കുക. നിങ്ങൾ നേരത്തെ രജിസ്ട്രേഷൻ CUTയിൽ കൊടുത്ത സമയത്തുള്ള ഡീറ്റെയിൽസൊക്കെ ഓൾറെഡി യൂണിവേഴ്സിറ്റിയിലേക്ക് പോയിട്ടും ഉണ്ടാവുകയും ചെയ്യും എന്നതാണ്. അപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഗുജറാത്ത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സെൻട്രൽ യൂണിവേഴ്സിറ്റികളൊന്നാണ്. നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് CUT വഴി എൻട്രൻസ് എക്സാമിനേഷൻ വഴി നിങ്ങൾക്ക് പ്രവേശനം നേടാവുന്നതാണ്. സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.